എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് നമ്മളൊരു ചാനലൊരു പോൾ നടത്തുമെന്ന്. ആ പോളിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ എത്ര പേര് നമ്മുടെ ഇന്നലെ നടന്ന കൊല്ലം അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുൻവർഷത്തെ കട്ട് ഓഫ് എത്ര എന്നൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടെന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലത്തെ പരീക്ഷ എത്ര പേര് എഴുതിയിട്ടുണ്ടെന്ന് ഉള്ളതാണ്. അതായത് LD ക്ലർക്ക് രണ്ടാം ഘട്ടത്തിൽ എഴുതിയത് 1,03,915 പേരാണ്. അപ്പോൾ എന്താണ് LD ക്ലർക്ക്, അതായത് കൊല്ലം കണ്ണൂർ ജില്ലകളിൽ ആകെ എഴുതിയവരുടെ എണ്ണം എത്രയാണ്? 1,03,915 പേരാണ് കേട്ടോ. അതായത് LD ക്ലർക്ക് തസ്തികയിൽ കൊല്ലം കണ്ണൂർ ജില്ലകളിലേക്കുള്ള രണ്ടാം ഘട്ട പരീക്ഷ എഴുതിയത് 70.03. അപ്പോൾ 70% ആൾക്കാരാണ് ഇന്നലത്തെ പരീക്ഷ എഴുതിയത് രണ്ട് ജില്ലകളിലായിട്ട്. അതായത് 597 കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു പരീക്ഷ. അതുപോലെ തന്നെ കൺഫർമേഷൻ നൽകിയത് 1,48,000 സംതിങ് പേരാണ് കൺഫർമേഷൻ നൽകിയത്. പരീക്ഷ എഴുതിയത് 1,03,915 പേരാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ കുറച്ച് അതായത് ഏകദേശം എത്രയാണ് 45,000 ആൾക്കാരോളം പരീക്ഷ എഴുതാതെ ഇന്നലത്തെ പരീക്ഷ എഴുതാതെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു പോൾ നടത്തിയല്ലോ, നമ്മൾ യൂട്യൂബ് ചാനലിലും ഒരു പോൾ നടത്തിയിരുന്നു. ആ പോളിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. ആ റിസൾട്ടിൽ നമ്മൾ ഇന്ന് നടന്ന LDC കൊല്ലത്തിൻ്റെ റിസൾട്ട് വരുന്നത് 70 മാർക്കിൽ കൂടുതൽ 9% പേരാണ് പോൾ ചെയ്തേക്കുന്നത്, 70 മാർക്കിൽ കൂടുതൽ. അതുപോലെ തന്നെ 60 മുതൽ 69 വരെ 17% ആൾക്കാരും, അതുപോലെ തന്നെ 50 മുതൽ 59 വരെ 36% ആൾക്കാരും, 40 മുതൽ 49 വരെ 22% ആൾക്കാരും, അതുപോലെ തന്നെ 40-ന് താഴെയുള്ളത് 16% ആൾക്കാരുമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ എക്സാം നമ്മുടെ ചാനലിൽ ഇട്ടേക്കുന്നത് പോൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ LDC കണ്ണൂർ ജില്ലയിൽ പോൾ ചെയ്തേക്കുന്നത് 70-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്തത് 9% ആൾക്കാരും, 60 മുതൽ 69 മാർക്ക് പോൾ ചെയ്തവർ 17%, 50 മുതൽ 59 37%, 40 മുതൽ 49 21%, 40 താഴെ 16% എന്നാണ് നമ്മുടെ പോൾ ചെയ്തേക്കുന്നത് കണ്ണൂരിൽ. അപ്പോൾ ഈ കണ്ണൂരായാലും കൊല്ലമായാലും മെജോറിറ്റി ആൾക്കാരും, അതായത് കണ്ണൂർ 37%, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ 35% 36% ആൾക്കാരും പോൾ ചെയ്തേക്കുന്നത് 50 മുതൽ 59 വരെയാണ്. അതായത് 50-നും 60-നും ഇടയ്ക്കാണ് കൂടുതൽ കൂട്ടുകാരും പോൾ ചെയ്തേക്കുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ടെലഗ്രാം ചാനലിലും നമ്മളൊരു പോൾ നടത്തിയിരുന്നു. ആ ടെലഗ്രാം ചാനലിൻ്റെ പോളിലും 50 മുതൽ 60 വരെയാണ് നമ്മുടെ മാർക്ക് കൂടുതൽ പേരും പോൾ ചെയ്തൊരു മാർക്ക് റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പം അതിനിടയ്ക്കായിരിക്കും 50 മുതൽ 60-നിടയിലായിരിക്കും മിക്കവാറും കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതൽ എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷനും വരുന്നത്. കാര്യം മെജോറിറ്റി ആൾക്കാരും ചോദിക്കുന്നത്, എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം 50-നും 60-നും ഇടയിലാണ് മാർക്ക് റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ പോളും അതിന് ഉദാഹരണമാണ്. 50-നും 60-നും ഇടയിലാണ് കൂടുതൽ പേരും പോൾ ചെയ്തിരിക്കുന്നത്. അത് തുടർന്ന് തന്നെ 65 മാർക്കിനൊക്കെ മുകളിൽ മേടിച്ചവരൊക്കെ വളരെ സേഫാണ്. അവരൊക്കെ ഉന്നത റാങ്കുകളിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇന്നലത്തെ പരീക്ഷ കുറച്ച് സ്റ്റാൻഡേർഡായിട്ടുള്ള എക്സാം ആയിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് ഇന്നലത്തെ എക്സാം കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ള എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ 65 70-നൊക്കെ മുകളിൽ മാർക്ക് മേടിച്ചവരുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പോളിലും കാര്യത്തിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 65-നും 70-നും ഒക്കെ മുകളിൽ മേടിച്ചവരൊക്കെ ഉന്നത റാങ്കിലേക്ക് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് കേട്ടോ. അവരൊക്കെ ആയിരിക്കും ഉന്നത റാങ്കിലേക്ക് ഇന്നലത്തെ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും പോൾ നടത്തിയപ്പോഴും ഈ ഒരു മാർക്ക് റേഞ്ചാണ് ടെലഗ്രാമിലും പല ഗ്രൂപ്പുകളിൽ നിന്നായിട്ടും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതിനകത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു മാർക്ക് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 50-നും 60-നും ഇടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതൽ കേട്ടോ. പിന്നെ നമുക്കറിയാം, പിന്നെ നമുക്ക് മുൻവർഷത്തെ കട്ട് ഓഫ് നോക്കാം. അതായത് കഴിഞ്ഞ വട്ടത്തെ LDCയുടെ കട്ട് ഓഫ് നോക്കാം. കൊല്ലം ജില്ലയിൽ 54.67 ആയിരുന്നു കട്ട് ഓഫ് കേട്ടോ. കഴിഞ്ഞ വട്ടത്തെ LDC കട്ട് ഓഫ് എത്രയാണ്? കൊല്ലം 54.67 കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 55.33 55.33 കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫും. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ എത്രയാണ്? 54.67 കൊല്ലം ജില്ലയിലെ കട്ട് ഓഫും വരുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാർക്ക് റേഞ്ചിൽ തന്നെയല്ലേ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫും വന്നിരിക്കുന്നത്. അപ്പം ഈ വട്ടവും ആ ഒരു റേഞ്ചിൽ തന്നെ പിടിക്കാനായിരിക്കും PSC ശ്രമിക്കുന്നത്. പിന്നെ PSC ആണ് കട്ട് ഓഫ് ഇടുന്നത്, എത്ര പേരെ എടുക്കണമെന്നൊക്കെ ഉള്ളതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. എന്നാലും കഴിഞ്ഞ വട്ടം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എത്രയാണ്? കൊല്ലത്തിൽ കഴിഞ്ഞ വട്ടം മെയിൻ ലിസ്റ്റിലിട്ട് 809 പേരാണ് കഴിഞ്ഞ വട്ടം കൊല്ലത്തിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതുപോലെ തന്നെ കണ്ണൂർ മെയിൻ ലിസ്റ്റ് 960 പേരോളം ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പം
അടുത്ത ഘട്ടം എഴുതാനുള്ള കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം ഈ ഒരു കൊല്ലം അതുപോലെ തന്നെ തിരുവനന്തപുരം റേഞ്ചൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ആ വർക്കൗട്ട് ചെയ്ത് അതേ തുടർന്നുള്ള SCERT ഫാക്റ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതേ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും PSC പരീക്ഷ ഇടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കുറച്ച് നമുക്ക് കുറച്ച് അത്യാവശ്യം ടഫില്ലാത്ത രീതിയിലാണ് തിരുവനന്തപുരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. കൊല്ലം കണ്ണൂർ രണ്ടാം ഘട്ടമായപ്പോൾ കണ്ടോ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായി. അപ്പോൾ നമ്മൾ രണ്ട് ഘട്ടങ്ങളും സ്റ്റാൻഡേർഡും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് എളുപ്പമുള്ള ഘട്ടങ്ങളുണ്ട്. അപ്പം പത്തനംതിട്ട അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ പരീക്ഷ എഴുതുന്നവർ ഈ രണ്ട് ക്വസ്റ്റ്യനും അനലൈസ് ചെയ്ത് ഇതുമായിട്ട് വെച്ചുള്ള റിലേറ്റഡ് ഫാക്റ്റൊക്കെ പഠിച്ചിട്ട് പോകുന്നത് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ കറണ്ട് അഫെയർ എല്ലാം നമ്മൾ ചാനലിൽ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇംഗ്ലീഷ് മലയാളമൊക്കെ നല്ല തറവാക്കി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മാത്സും ഒക്കെ തറവാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ എല്ലാ കൂട്ടുകാരും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നാളെ നമുക്ക് തൊഴിൽ വീതിയുടെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് വരുന്നുണ്ട്. ആ കട്ട് ഓഫ് വന്നാലുടൻ തന്നെ നിങ്ങളിലേക്ക് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ് തൊഴിൽ വീതിയുടെ കട്ട് ഓഫ്. അപ്പോൾ അവരുടെ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാൻ സാധിക്കും. നാളെ രാവിലെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം മാക്സിമം നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഞാൻ LDCയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നാളെ ഇനി തൊഴിൽ വീതിയുടെ നമ്മുടെ കട്ട് ഓഫ് വരുന്നുണ്ട്, തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് വരുന്നുണ്ട്. ആ കട്ട് ഓഫ് അവരെത്രയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നാളെ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി തന്നെ വെക്കാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇന്നലത്തെ എക്സാമിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ഘട്ടത്തിലൊക്കെ പരീക്ഷ എഴുതുന്നവർക്ക് റിവിഷൻ ക്ലാസ്സസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലായിരിക്കും നമ്മൾ പോളുകളും കാര്യങ്ങളും ഒക്കെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇടുന്നത്. മാക്സിമം ടെലഗ്രാം ചാനലിലൂടെ നിങ്ങളെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാനൂടെ ശ്രമിക്കുക. അപ്പം മാർക്ക് കുറഞ്ഞവർ ഒരു തരത്തിലും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇനിയും നമുക്ക് LGS പോലുള്ള എക്സാം വരുന്നുണ്ട്, LGS വരുന്നുണ്ട്, അതുപോലെ തന്നെ LSGA വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട്, അതുപോലെ തുടങ്ങി മറ്റ് എക്സാംസ് എല്ലാം ഇനി വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്. അപ്പം നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം തളർന്നു പോകാതെ മുന്നോട്ട് തന്നെ പോകാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ മാക്സിമം നിങ്ങൾ അടുത്ത മാർക്ക് കുറഞ്ഞിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഈ ഒരു വർദ്ധിത ഊർജ്ജത്തോടെ അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുക. വിജയം എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ വരിക തന്നെ ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് പഠിക്കാനുള്ള തളർന്നു പോകാതെ പഠിച്ചു തുടങ്ങുക. അപ്പം നല്ല സ്കോർ കിട്ടിയിട്ടുള്ള കൂട്ടുകാരാണെങ്കിലും അവരും അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങും. ഇനി ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ വരുന്നുണ്ട്, അതിനു വേണ്ടിയും ഒന്ന് പഠിച്ചു തുടങ്ങുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ.